ഈ വാതിലും പൂട്ടിയിറങ്ങുന്നത് എങ്ങോട്ടേക്കാന്നല്ലേ? വയനാട്ടിലേക്ക് പോകാ ട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക് പോണ കാര്യം. വയനാട്ടില് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു സർപ്പക്കാവുണ്ട്. അപ്പൊ അവിടെയാണ് പരിപാടി. ചേച്ചിയും മക്കളും വീട്ടിലേക്ക് വന്നാൽ ഭയങ്കര സന്തോഷാണ്. എനിക്കും ഉണ്ട്. പക്ഷെ എന്നെക്കാളേറെ തനിക്കുട്ടിക്ക് ട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷാണ്. അങ്ങനെ ഞങ്ങള് നേരെ ദേ വീട്ടിന്ന് പുറപ്പെട്ടു. അപ്പൊ നമ്മൾ ആദ്യം പോണത് കൊളപ്പള്ളിക്കാണ്. ഇവിടെ ചേച്ചീന്റെ അമ്മായിണ്ട്. അമ്മായി എന്നും നമ്മളെ വിളിക്കും വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ എത്തി. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരെയും അച്ഛന്മാര് തമിഴാണ്. അമ്മമാര് രണ്ടുപേരും മലയാളിയാണ്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മായിയും അമ്മയും കൂടെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ദേ ബത്തേരി എത്തി. ബത്തേരി അല്ല അമ്പലവയലാട്ടോ അത്. വണ്ടി ഒന്ന് അലൈൻമെന്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ വണ്ടി അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ മൂന്നുപേരും നേരെ പോയിട്ട് ചായ കുടിച്ചു ട്ടോ. കാരണം ഏകദേശം അരമുക്കാൽ മണിക്കൂർ സമയം പറഞ്ഞു. അതുവരെ വെറുതെ ഇരിക്കണ്ടേ. അപ്പം ഞങ്ങൾ നേരെ പോയിട്ട് ദേ ചായ കുടിച്ചു. ഞങ്ങൾ മൂന്നുപേരും മാത്രേ ഉള്ളൂ ട്ടോ. ബാക്കി എല്ലാവരും ഞങ്ങൾ ദേ വീട്ടിലാക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. കാരണം അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. എല്ലാവരെയും കൂടെ മാനേജ് ചെയ്യാൻ കഴിയില്ല. കാരണം പിള്ളേരും കൂടെ ഉള്ളതല്ലേ അടങ്ങിയിരിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറേ ചായ കുടിച്ചു. കുറേ കടികളൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ അവിടെ തന്നെ ചായയൊക്കെ കുടിച്ച് സ്പെൻഡ് ചെയ്തു ട്ടോ. അതിന് ശേഷം ദേ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിലെത്തി. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.